നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് ഓണേഴ്സ് ആയാലും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു നെഗറ്റീവ് വേർഡാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്നാണ് ഇന്ന് സിംപ്ലിഫൈവിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലും അല്ലെങ്കിൽ ഓൺട്രപ്രണർ ലൈഫിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലും വന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അവെയർ ആക്കി ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ 5 ടിപ്സിലൂടെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. മാനേജിങ് വർക്ക് പ്ലേസ് സ്ട്രെസ്, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഏറ്റവും ആദ്യം നമുക്ക് കൂടുതൽ സ്ട്രെസ് തരുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത്, നമുക്ക് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത വർക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് ചെയ്തു തീർത്തില്ലല്ലോ എന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം മൂന്നാമത്തെ ഒരു വർക്ക് വരും. ഇങ്ങനെ എപ്പോഴും വർക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്ഡ് ഔട്ടാവും, അല്ലേ? ഇന്നസെൻ്റ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, തേക്കാൻ പോയപ്പോഴാണ് വെള്ളം കോരാൻ പറഞ്ഞത്, വെള്ളം കോരാൻ പോയപ്പോഴാണ് തുണി തിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫൈനലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലേ? നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വർക്ക് ഒരു ടീം മെമ്പർ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോസ് കൊണ്ടുവരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പുതിയ ക്ലയൻറ്റിനെ കിട്ടും. ആ ക്ലയൻറ്റിൻ്റെ വർക്ക് തുടങ്ങുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഒരു ക്ലയൻറ്റ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വർക്കും കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ അറിഞ്ഞും അറിയാതെയും സ്ട്രെസ് ബിൽഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, നമ്മുടെ വർക്ക് ഫ്ലോ എല്ലാം തെറ്റിയിട്ട് അവസാനം നമുക്ക് ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു ഇമോഷനിലേക്ക് പോകും. അതായത് നമ്മൾക്ക് എല്ലാം ഒരു ഒരു സ്റ്റാഗ്നന്റ് പൊസിഷനിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനൊരു സിനാരിയോ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക? ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഒരു വർക്ക് ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പപ്പണി എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 1, പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ്. നമുക്കിപ്പോൾ 4 പേര് 4 വർക്ക് തരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്ക് എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ചെയ്ത് വെക്കേണ്ടത്? എന്തെങ്കിലും പറയും പെട്ടെന്ന് വേണം, പക്ഷെ അങ്ങനെയല്ലാതെ ഏത് സമയത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ ഏത് ഡേറ്റിനുള്ളിൽ വേണമെന്ന്. ചിലപ്പോൾ നമുക്ക് അസൈൻ ചെയ്യുന്നൊരു വർക്ക് നമുക്ക് അടുത്ത ആഴ്ച കൊടുത്താൽ മതിയായിരിക്കും, വേറൊരു വർക്ക് നമുക്ക് ഇന്ന് വൈകിട്ട് കൊടുക്കണമായിരിക്കും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ആദ്യം ഏതാണ് ചെയ്യേണ്ടത്, ഏറ്റവും രണ്ടാമതായി ഏതാണ് ചെയ്യേണ്ടത്, തേർഡ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്ക് ഓവർലോഡ് കൊണ്ടുവരുന്ന സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് വർക്ക് ലോഡ് കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഇത് മുഴുവൻ ചെയ്ത് തീർത്തതിന് ശേഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വർക്ക് ലോഡ് വരും, നമ്മൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വി ആർ ഓൾ ഹ്യൂമൻസ്, നമ്മളെല്ലാം മനുഷ്യരാണല്ലേ. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേൺ ഔട്ട് ആയി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബ്രേക്സ് എടുക്കുക. നമ്മൾ ഇടയ്ക്ക് ഒന്ന് എണീറ്റ് നമ്മുടെ സീറ്റിൽ നിന്ന് എണീറ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നടന്നിട്ട് വരിക. അല്ലാതാണെങ്കിൽ നമ്മുടെ ലഞ്ച് ബ്രേക്ക് സമയത്ത് വെറുതെ റീൽസ് കാണാൻ നമ്മളൊന്ന് പുറത്തു പോയി, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുക. മറ്റ് നമ്മളുടെ ചിന്ത വേറെ എന്തിലെങ്കിലും കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ എന്നാൽ കുറേ നേരം ബ്രേക്ക് എടുത്ത് പോയിട്ട് പണി കളയണം എന്നല്ല പറയുന്നത്, ചെറിയ ചെറിയ ബ്രേക്സ് വിച്ച് ആർ ലൈക്ക് 10 minutes 15 minutes ബ്രേക്സ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ജോലിയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി നമ്മൾ വേറെ എന്തെങ്കിലും കുറച്ച് ആലോചിക്കുമോ, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് പോയിട്ട് ഒന്ന് പുറത്തു പോയി ഒന്ന് ബ്രീത്ത് എടുത്ത് നല്ലൊരു സ്ലോ ബ്രീതിങ് ചെയ്യുമോ, എന്നിട്ട് തിരിച്ചു വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ചുകൂടെ റിഫ്രഷ്ഡായി. അപ്പോൾ അടുത്ത നമ്മളൊരു സെറ്റ് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ദ ടിപ്പ് നമ്പർ 2 ഇസ് ടേക്ക് സ്മോൾ ബ്രേക്സ്. നമുക്ക് വർക്ക് ലോഡ് തരുന്ന ആൾക്കാർ അറിയുന്നില്ല നമ്മുടെ എത്ര എക്സിസ്റ്റിംഗ് വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലയൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ വർക്കേഴ്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ബോസ് ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് കിട്ടിയേക്കാം, ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ചില വേവിൻ്റെ ഓഫീസുകളിലൊക്കെ ഇത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെ ഉള്ളിടത്തും ഇല്ലാത്തടത്തും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിന് അനുസരിച്ച് അതിന് ശേഷമുള്ള വർക്ക് നമ്മൾ വെറുതെ മേടിച്ച് വെക്കരുത്. പൊളൈറ്റ്ലി നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി ഓവർലോഡഡ് ആണ്, നമുക്കിനി കൂടുതൽ വർക്ക് എടുക്കാൻ പറ്റൂല എന്ന്. സോ ദ ടിപ്പ് നമ്പർ 3 ഇസ് സെറ്റ് പവർഫുൾ ബൗണ്ടറീസ്. നമ്മളിപ്പം രാവിലെ ഒരു 9 മണി തൊട്ട് 6 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്
നമുക്കൊരു 9 മണി തൊട്ട് 6 മണി വരെ വർക്ക് ചെയ്യേണ്ട ജോലി തന്നാൽ അത് ന്യായമായിട്ടുള്ളൊരു വർക്ക് ലോഡാണ്. പക്ഷേ നമുക്കിപ്പോൾ 9 മണി തൊട്ട് അടുത്ത 9 മണി വരെ, അടുത്ത ദിവസം 9 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും തീരാത്ത വർക്ക് ലോഡ് തരികയാണെങ്കിൽ അത് ഓബ്വിയസ്ലി ഓവർലോഡിങ് ആണല്ലേ. ആ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഉറങ്ങണം, അതിലെനിക്ക് ഭക്ഷണം കഴിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് എടുക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക? അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് വരുന്നതെങ്കിൽ അതാരായാലും, നമ്മുടെ ബോസ് ആയാലും നമ്മുടെ കൊളീഗ് ആയാലും, പൊളൈറ്റ്ലി ടെൽ ദെം ദാറ്റ് യു ആർ ഓവർലോഡിങ് മീ. അതിനാണ് നമ്മൾ പവർഫുൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയരുത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇന്ന വർക്ക് ചെയ്തു തരാം, അതിനുശേഷം അടുത്ത സ്ലോട്ടിൽ, അതായത് നാളെ രാവിലെ വന്നിട്ട് ഇത് ചെയ്യാം എന്ന് പറയണം. ഒരു എമർജൻസി വർക്ക് വല്ലപ്പോഴുമാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തെറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കാനും നമ്മളെ സ്ട്രെസ് ചെയ്യാനും നമ്മളെ ഓവർലോഡ് ചെയ്യാനും മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ആൾക്കാർ നമുക്ക് തരുന്നെങ്കിൽ, റിമെമ്പർ ഇറ്റ്സ് ടൈം ടു സേ നോ. നോ മീൻസ് നോ. പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ടീം സപ്പോർട്ട്. നമ്മളൊരു ബോസ് ആയിക്കോട്ടെ, നമ്മളൊരു എംപ്ലോയി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഓൺട്രപ്രണർ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഓവർലോഡ് വരുമോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ഗ്യാപ്പ് വരുമോ, അല്ലെങ്കിൽ ഒരു വർക്ക് പ്രഷർ വരുമോ, സ്ട്രെസ് വരുമോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീക്ക് സപ്പോർട്ട്. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ടിപ്പ്. നമ്മുടെ ഫൈനൽ ടിപ്പ്, സീക്ക് സപ്പോർട്ട്. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്താവാം, അല്ലെങ്കിൽ കൺസേൺഡ് ആരുടെ അടുത്താണോ അവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് മര്യാദയ്ക്ക് പറയണം. പൊളൈറ്റ്ലി നമ്മൾ നമ്മുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യണം. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഡോണ്ട് ബി ജഡ്ജ്മെൻറ്റൽ, പ്ലീസ് ഡോണ്ട് ബി ജഡ്ജ്മെൻറ്റൽ. നമ്മൾ ആദ്യം മര്യാദയ്ക്ക് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുള്ള പ്രശ്നമാണ്. ഗോസിപ്പ് അല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇത് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് അവരുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞുതരും, ഓക്കെ അതിങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ അവർ പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് സപ്പോർട്ട് എടുക്കുക. അതുപോലെ നമ്മളുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യണം. അതൊരു ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മാത്രമല്ല നമ്മുടെ വർക്ക് പ്ലേസിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ ഫാമിലിയെക്കാട്ടിയും കൂടുതൽ അവരുടെ ഓഫീസിലായിരിക്കും. ഇല്ലേ, വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ശരി തന്നെ, സ്വന്തം കമ്പനി നടത്തുന്ന ആൾക്കാരായിരിക്കും ആയാലും, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഓഫീസിൽ നമ്മളൊരു നല്ല റാപ്പോ ബിൽഡ് ചെയ്യുന്നില്ല? അങ്ങനെ ബിൽഡ് ചെയ്താൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സമാധാനമായിട്ട് സംസാരിച്ച് അതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ ചുറ്റിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ, പേഴ്സണൽ ലെവലിലല്ല പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കുക, നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ചോദിക്കുക. അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് എൻവയറമെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ഉള്ളെന്ന് തന്നെ കിട്ടും. ഇനി അഥവാ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഓഫീസിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത്. അതിനാണ് നമുക്ക് പല കൗൺസിലിംഗ് സപ്പോർട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഓരോ എപ്പിസോഡിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കൺസേൺസ് നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് കമൻ്റ് ആയിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങോട്ട് താഴെ കൊടുക്കുന്നുണ്ട്, ഇതിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എന്ത് തന്നെയായാലും നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കൂടുതൽ ഇതുപോലെ കോർപ്പറേറ്റ് ടിപ്സ് അറിയാൻ വേണ്ടി നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. And also keep following us and do share your comments. Thank you for now and have a great day. This is Sindhu Nandoma signing off, corporate psychologist at Atmasutra Mind Care. Thank you.